എടത്താനെ വലത്താനെ എന്റെ അടുത്താ കളി. ആനെ എടത്താനെ വലത്താനെ ചിരിക്കാനെ ഇരിക്കാനെ. ആ ഹരിയാനന്ന് കൊണ്ടുവന്ന ആനയാ. പറഞ്ഞാ കേക്കില്ല നീ. ആനെ പനമ്പട്ട തന്നില്ല എന്ന് പറഞ്ഞ എന്റെ കാരപ്പട്ട എടുത്ത് കുടിച്ചതിന്റെ വൈരാഗ്യം എനിക്ക് തീർന്നിട്ടില്ല. ഒറ്റ തൊഴിയൊന്നാണല്ലോ. തെങ്ങും തോട്ടത്തിൽ പോയി ഷക്കീൽ അടങ്ങാനും മറന്നു കിടക്കും. ആ പറഞ്ഞേക്കാം. ഇവിടെ ആരുമില്ലേ? ഏയ് ഇവിടെ ആരുമില്ലേ? നോൻ പറയുന്നത് കേൾക്കില്ലെന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. ഞാനിവിടെ മനുഷ്യനായിട്ട് നിൽക്കുക. എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല നിങ്ങൾക്ക്? നോം നിങ്ങളെ തിരക്കല്ല വന്നിരിക്കുന്നത്. പിന്നെ ആരെ തിരക്കി വന്നേ? ഈ സർക്കസ് സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആരുമില്ലെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഇവിടെ ബന്ധുവായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. ആര്? അങ്ങനെ ഇങ്ങനെ ചെറിയൊരു ബന്ധമിടോ. ബന്ധം ഉണ്ടോന്ന് ചോദിച്ചാ ബന്ധം ഇല്ല. എന്തോ ഇല്ലേ? എന്നാ ബന്ധം ഉണ്ട്. എന്താ ബന്ധം? നാം ഈ ടിവിയിൽ ഈ പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം എനിക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഓ അങ്ങനെ ഒരു ബന്ധം ഉണ്ട്. ആട്ട എവിടെ നിന്ന് വരുന്നു? ആട്ട ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെയാണ് വരുന്നത്. നാം കേട്ടിട്ടുള്ളത്. അയ്യോ ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? വാട്ട് യു വാണ്ട്? ഹു ആർ യു? എന്തിനു വന്ന്? നാം അങ്ങോട്ട് പറയാൻ സമ്മതിക്കുക. നാം ആരാണ് എന്തിനു വന്നു എന്നല്ലേ അറിയേണ്ടത്. ആ അതെ. എന്താണ് നിങ്ങൾ? ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്താണ്? ഞാൻ അഞ്ചുമന ഇല്ലത്തെ ഷിജു തിരുമേനി. അഞ്ചുമന ഇല്ലത്തെ ഷിജു തിരുമേനി. ഷിജു തിരുമേനിയോ? അതെ. ഓ കേട്ടോ, ഒരു ഇല്ലത്തെ തിരുമേനിക്ക് ഇടാൻ പറ്റിയ പേരാ ഷിജു തിരുമേനി. ബിസിലടക്കം. എന്റെ തിരുമേനി ഇങ്ങനെയൊക്കെയാണ് ഇല്ലത്തെ പേരിടണേ. പിന്നെ എങ്ങനെയാണാവോ? നീലകണ്ഠൻ, ബ്രഹ്മേശ്വരൻ, മാർത്താണ്ഡൻ, അങ്ങനെ പേര് കേൾക്കുമ്പോ തന്നെ ഒരു കനവും വെയിറ്റ് ഒക്കെ വേണ്ടേ? ഇതിന് എന്തെങ്കിലും കനവും വെയിറ്റ് ഉണ്ടോ? ഷിജു തിരുമേനി. അയ്യോ അങ്ങനെ കനമുള്ള പേരിടാൻ പാടില്ല. ആന പറ്റേ? അച്ഛൻ തിരുമേനിക്ക് ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് നടുവിനോ? ആ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് ഉള്ള ഒരു സാധനവും എടുക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് നോമിന് നൈസ് പേരിട്ടേക്കുന്നത്. വെയിറ്റ് എടുക്കാൻ പാടില്ല. അതല്ലേ, ഇതാകുമ്പോ കൊച്ചിനെ മാത്രം എടുത്താൽ മതി. മറ്റേതാകുമ്പോ കൊച്ചിന്റെയും പേരിന്റെയും കൂടെ കനം വരൂലേ? എനിക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായത് അതാണ്. അല്ല ഇതിപ്പോ ഏത് ഇല്ലത്താ താമസിക്കുന്നത്? ഇപ്പൊ ഇല്ലല്ലോ. എല്ലാം ഇല്ല വരുന്ന സ്ഥാനത്ത് വില്ലകളല്ലേ? അതല്ലേ ജയിച്ചു പോയിരിക്കണു. ഇല്ലാകുമ്പോ പഴയ പല്ലൊക്കെ ഉണ്ടാവില്ലേ? പഴയ പല്ലെന്ന് പറഞ്ഞാൽ ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. വരികയാണെങ്കിൽ കല്ലറ തുറന്ന് കാണിച്ചു തരാം. പല്ലൊന്നും ദ്രവിച്ചു പോവില്ല. അതല്ല ഞാൻ ചോദിച്ചേ. പിന്നെ ഈ ആളുകൾ പിടികിട്ടി പല്ലക്ക. ആ പല്ലക്കൊക്കെ ഇല്ലേ? ഇപ്പൊ ഇല്ല. ഈ ഗ്യാസ് മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് വെട്ടിക്കേറി അടുപ്പേ വെച്ചു. എല്ലാം ക്ഷയിച്ചു പോയില്ലേ? എല്ലാം ക്ഷയിച്ചു പോയി. അല്ല ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് പറ. നാം എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്? ഉണ്ണിക്കൊരു വാല് വേണം. എന്താ അക്രമമായി പറഞ്ഞെന്നൊക്കെ? പിള്ളേർക്ക് വാല് വേണമെന്നോ? എന്നാ പിന്നെ ഒരു കുരങ്ങനെ അങ്ങ് ദത്തെടുത്ത് വളർത്തിയാ പോരെ. എന്തിനാ പിള്ളേർക്ക് വാല് വേണമെന്നൊക്കെ പറഞ്ഞു? മനസ്സിലായില്ലേ? ഉണ്ണിക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ്. അതിന് അപ്പൊ ആനവാല് കെട്ടി തൂക്കിയാൽ പേടി മാറുമെന്ന് കേട്ടു. അതൊക്കെ വെറുതെ പറഞ്ഞാന്നേ. ഈ ആന ഇത്ര നാളായിട്ട് വാലും തൂക്കി നടക്കും. ആനയുടെ പേടി ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഈ വാലും കൊണ്ട് അവിടെ ചെന്ന് അതിനകത്ത് മോതിരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ പേടി എങ്ങനെ മാറും? ഉപേക്ഷ വിചാരിക്കരുത്. ഒരു ആനവാൽ മുറിച്ച് തരണം. ആനയ്ക്ക് ആകപ്പാടെ ഒരു വാലുള്ളൂ. അത് മുറിച്ച് നിങ്ങൾക്ക് തന്നു വിട്ടു കഴിഞ്ഞാൽ ആന എന്നെ എടുത്തിട്ടാട്ടും. ആനക്കാട്ടാൻ തുമ്പിക്കൈ ഉണ്ടല്ലോ. പിന്നെ ഇത്രയും വലിപ്പമുള്ള 2 ചെവികൾ ഉണ്ടല്ലോ. അതിട്ടാട്ടിക്കൂടെ? എന്തിനാണ് വാലിട്ട് ആട്ടണമെന്ന്? വേണ്ടെന്ന് ഒരു കുഴപ്പമില്ല. ഏലസ് കെട്ടിയാ മതി. ഏലസ് കെട്ടിയിട്ട് രക്ഷയില്ലാന്നേ. ഇനി ദേഹത്തിന് ഏലസ് കെട്ടാൻ 1 ഇഞ്ച് സ്ഥലമില്ല. ഈ ഏലസ് കെട്ടിയിട്ട് റോഡിൽ അങ്ങോട്ട് പോകുമ്പോ നാട്ടുകാർ വിളിക്കുന്നത് എന്താണെന്നറിയാവോ? കട്ടില് കണ്ട കയറിട്ട് വരിഞ്ഞുകൊണ്ട് ഒരുത്തം പോകുന്നത്. ആ നാണക്കേട് കൊണ്ട് ഏലസ് എല്ലാം ഇപ്പൊ അടിച്ചു മാറ്റി. ആണല്ലേ? അടിച്ചു മാറ്റി. അല്ല അപ്പൊ ഈ കെട്ടി വെച്ചാൽ എന്തെങ്കിലും കണ്ട് പേടിച്ചാണോ? ഇത് കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് കണ്ട് പേടിച്ചപ്പോ ഞാൻ ജപിച്ച് കെട്ടിയതാണ്. അത് ശരി. അപ്പൊ പിന്നെ ഇതോ? ഈ മാസത്തെ കറണ്ട് ബില്ല് വരാൻ സമയമായി. അപ്പൊ നേരത്തെ ജപിച്ചങ്ങ് കെട്ടി പേടിക്കാതിരിക്കാൻ. അതെ അതെ. മറ്റേ ഈ ഇല്ലൊക്കെ ആണല്ലോ. ഇല്ലമാണ് നമ്മള് ഇങ്ങനെ പണ്ട് കേട്ടിട്ടുള്ള ഒരു സംഭവമാണിത്. ഈ മറ്റേ ഇല്ലത്ത് വേലക്കാരികളുമായിട്ട് ചെറിയ ചിറ്റിക്കളികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ തിരുമേനി ആരെങ്കിലായിട്ട് ഇങ്ങനെ ചിറ്റിക്കളിയും എന്തായി സംസാരിക്കണത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ എന്നോട് സംസാരിക്കുന്നത്? നാം ആരാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? അശ്രീകരം ഇല്ലത്തിനെ കുറിച്ച് പഴയ ചരിത്രങ്ങൾ എന്തൊക്കെയുണ്ട് ചോദിക്കാൻ? ഇതുമാതിരി വിട്ടി ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്?
ശ്രീലമ്പടൻ. ഹൈ മാറി നിൽക്കുക. അല്ല തിരുമേനി, ഞാൻ അറിയാതെ ചോദിച്ചാൽ ഇനി ഞാൻ ആവർത്തിക്കില്ല. ഹൈ അതിനെന്താണ് ഈ കരയണത്? എന്തിനാണ്? തുടക്കുക. ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക. ഈ മാതിരി പിഴച്ച ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. പിഴച്ച ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. പോട്ടെ, സാരമില്ല. ഇങ്ങ് അടുത്ത് വരിക. നാം ഒരു വട്ടം ചോദിച്ചാൽ വിരോധം ഉണ്ടാവോ? ഇല്ലില്ല. ഇവിടെ ഈ ഐറ്റം ഡാൻസ് ഒക്കെ എപ്പോഴാ തുടങ്ങുന്നത്? നാം ഇത് ടി വിയിലൂടെ കണ്ടിട്ടുള്ളൂ. ഇത്ര അടുത്തിരുന്ന് ഒന്ന് കാണാനാണ്. ഇതെപ്പോഴാ തുടങ്ങണത്? എന്നാ ചെയ്യണേ? അതെ, കുറച്ച് കഴിയുമ്പോ തുടങ്ങും. കാണാം കേട്ടോ. അടുത്ത് കാണാമല്ലോ അല്ലേ? അടുത്ത് കാണാം. ഹൈ ശിവ ഒന്ന് കണ്ണു കുളിർക്കണം. പിന്നെ അത് പോട്ടെ, ഉണ്ണിയുടെ ആനവാലിന്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞില്ല. എന്റെ തിരുവേനി, ആനവാലിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. ഏലസ് കെട്ടിട്ട് അവന്റെ പേടി മാറിയില്ല. ഇല്ല, ആനവാല് കെട്ടിയ ഒട്ടും മാറില്ല. പേടി മാറാണ്ട് ഉഗ്രമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ അത്? ഒരു നല്ല 3-4 ഈർക്കിളി എടുത്തിട്ട് മുടി പിന്നണാരി അങ്ങ് പിന്നിട്ട് എണ്ണ അങ്ങ് തേച്ചിട്ടുണ്ടല്ലോ, അവന്റെ നിക്കർ കൂട്ടി ഇങ്ങ് പിടിച്ച് ഉള്ളം തൊടയില് ഒരു 5-8 അടി പണക്കാന്ന് കൊടുത്താണല്ലോ, അവൻ മുള്ളിക്കൊണ്ട് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരും. അയ്യോ, ഉണ്ണി അടിക്കരുത്. ഉണ്ണിക്ക് പേടിയാണ്. ഉണ്ണി അടിക്കരുത്, ഉണ്ണി ഉപദ്രവിക്കരുത്. ഉണ്ണിക്ക് പേടിയാണ്. എന്റെ തിരുമേനി ഉണ്ണീനെ അടിക്കാൻ തിരുമേന്ദ്രയാണ് കരണേ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ ഉണ്ണി എന്ന് പറയുന്നത് ഞാനാടോ? ഷിജു തിരുമേനി എന്ന് പറഞ്ഞു. എന്നെ വീട്ടിൽ വിളിക്കുന്ന ചെല്ല പേരാണ് ഉണ്ണിന്ന്. ആണല്ലേ? അപ്പൊ പിന്നെ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഇപ്പൊ സ്കൂളിൽ പഠിക്കണോ? ഇല്ല, ഞാൻ സ്കൂളിലെ HM ആണ്, ഹെഡ് മാസ്റ്റർ ആണ്. എനിക്ക് സ്കൂളിൽ പോകാൻ പേടിയാണ്. കാലൻ പോത്ത് പോലെ വളർന്നിട്ട് പേടിയാണ്. ഇയാളുടെ പേടി കഴിഞ്ഞ എപ്പിസോഡിൽ വന്നപ്പോ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലെത്തിയപ്പോ നമ്മുടെ കുടുംബാംഗമായ ഷെറിൻ ഒരു വാക്ക് തന്നിരുന്നു. കറക്റ്റ്. അതായത് ഷെറിൻ ചേട്ടന്റെ ഒരു ഓൺ ക്രിയേഷൻ ഇവിടെ പെർഫോം ചെയ്യാന്ന് നമുക്ക് വാക്ക് തന്നിരുന്നു. സ്വാഗതം ചെയ്യുന്നു ഷെറിൻ. ജീവിതത്തിൽ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അത്ഭുതം ഉണ്ടാക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചിട്ട് അന്ന് തന്നെ കുറേ കാലത്തിന് ശേഷം അയാളെ കണ്ടുമുട്ടിയാൽ നമുക്ക് അത്ഭുതം തോന്നും, ഇല്ലേ? അതിനെ, ഇത്തരം പ്രതിഭാസങ്ങളെ മനഃശാസ്ത്രത്തിൽ കാൾ യുങ് എന്ന മനഃശാസ്ത്രജ്ഞൻ സിൻക്രോണിസിറ്റി എന്നാണ് വിളിച്ചിട്ടുള്ളത്. സോ സിൻക്രോണിസിറ്റി എന്താണെന്ന് നോക്കിയപ്പോൾ, ഇറ്റ് ഈസ് സൈമൾട്ടേനിയസ് ഹാപ്പനിങ് ഓർ ഒക്കറൻസ് ഓഫ് ഇവന്റ് വിച്ച് അപ്പിയർ സിഗ്നിഫിക്കൻ്റ്ലി റിലേറ്റഡ്. തുടർച്ചയായി കാര്യങ്ങൾ സംഭവിക്കുക, കണക്ഷൻ ഇല്ല എന്ന് നമുക്ക് തോന്നുക, അത്തരം കാര്യങ്ങളെയാണ് സിൻക്രോണിസിറ്റി എന്ന് യുങ് വിളിച്ചത്. ഇന്ന് ഞാനിവിടെ ഒരു സിൻക്രോണിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിനുവേണ്ടി എന്നെ സഹായിക്കാൻ വേണ്ടി കലേഷ്, ശ്രദ്ധ, പിന്നെ ഓഡിയൻസിൽ നിന്ന് ഒരാൾ ആരെങ്കിലും വരാമോ? ഓക്കെ, ഒന്ന് വരൂ പ്ലീസ്. ഇന്ന് കലേഷിൻ്റെ കയ്യിൽ ഞാനൊരു ബോക്സ് ഏൽപ്പിക്കുകയാണ്. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സ്പെരിമെൻറ്റിൽ. ബോക്സിന് 5 ഡിജിറ്റ് കൊണ്ട് തുറക്കാൻ പറ്റുന്ന ഒരു ലോക്ക് ഉണ്ട്. സോ ഇപ്പോൾ ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത് 0000 സീറോയിലാണ് അല്ലേ? ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കലേഷ് ചെയ്യേണ്ടത്, ഏതെങ്കിലും റാൻഡം നമ്പർ മനസ്സിൽ വരുന്നതിനനുസരിച്ച് പല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുക. ആ നമ്പർ മനസ്സിൽ വരുന്ന നമ്പറിനനുസരിച്ച് എന്നിട്ട് വലിച്ചു നോക്കുക, ഇത് ഓപ്പൺ ആവുന്നുണ്ടോ ഇല്ലയെന്ന്. അറ്റ് ദ സെയിം ടൈം ഞാൻ തിരിച്ചു വരാം. അച്ചു ചെയ്യേണ്ടത്, എൻ്റെ കയ്യിൽ കുറേ കാർഡ്സ് ഉണ്ട്, വൈറ്റ് കാർഡ്സ് കാണാം. ഈ കാർഡ്സിൽ എവിടെയെങ്കിലും വളരെ റാൻഡം ആയിട്ട് വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് പറയണം. അപ്പോൾ അത് നിങ്ങളുടെ ഡിസിഷൻ അല്ല, റാൻഡമായിട്ട് എവിടെയോ സ്റ്റോപ്പ് എന്ന് തോന്നുമ്പോൾ പറയുക. അതായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ. ഇതിൽ കുറേ ഒബ്ജക്ട്സ് ഉണ്ട്, നമ്മുടെ ചുറ്റും കാണുന്ന ഒബ്ജക്ട്സ് ആണുള്ളത്. കാർഡ്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും വരുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് പറയാം. ഇതാണോ? ഷുവറാണോ? ഓക്കെ, എടുത്തോളൂ. അത് ആരെയും കാണിക്കണ്ട. ശ്രദ്ധ, ഇവിടെ നോക്കൂ. ഓരോ കാർഡ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ടേബിൾ, ട്രീസ്, കാർ, റിംഗ്, ഫ്ലവർ, വാച്ച്, ബുക്ക്, പെൻസിൽ, ഗ്ലാസ്, സൈക്കിൾ, ബൾബ്, ചെയർ, പെൻ, മൗണ്ടൻ, ആൽക്കഹോൾ, ഐസ്ക്രീം, മണി, ആപ്പിൾ, അല്ലേ? എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നിങ്ങളൊരു കാർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഓബ്ജക്റ്റ് എന്താണെന്ന് മാത്രം നോക്കുക, അത് കയ്യിൽ വെച്ച് നോക്കൂ, ആരെയും കാണിക്കണ്ട. സെയിം ടൈം ശ്രദ്ധ, എൻ്റെ കയ്യിൽ കുറേ നമ്പേഴ്സ് എഴുതിയ ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ശ്രദ്ധയെ കാണിക്കുന്നില്ല. എവിടെയെങ്കിലും ഇഷ്ടമുള്ളടത്ത് വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് പറയാം. ഓക്കെ, ഞാൻ ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. സ്റ്റോപ്പ് ഹിയർ. ഉറപ്പാണോ അതോ മാറ്റണോ? യെസ്, ഐ ആം ഷുവർ. ഓക്കെ, കട്ട് ചെയ്യട്ടെ? യെസ്. ശ്രദ്ധ, ഇവിടെ കട്ട് ചെയ്ത പോർഷനിലുള്ള എക്സാക്ട് നമ്പർ ഒന്ന് വായിക്കാമോ? 53045. ഒരു നിമിഷം ഒന്ന് എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ 5 3 0 4 4 5.
ഓക്കെ, താങ്ക് യു. നമ്പർ സെയിം ആണല്ലോ അല്ലേ? ആ 4. ശ്രുത ഇനി ചെയ്യേണ്ടത്, ആ ഇപ്പോൾ എഴുതിയിരിക്കുന്ന നമ്പർ ഇതാണ് 53045. ഇവിടെ ഇരിക്കട്ടെ. സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. തുറന്നിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശ്രുത ഇതിൽ മറ്റേതെങ്കിലും ഒരു നമ്പർ റാൻഡം ആയിട്ട് പറയുക. കലേഷിന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു നമ്പർ പറയൂ ഇതിലുള്ളത്. ഇതിലുള്ള എനി നമ്പർ. Yeah. ഓക്കെ, ഒരു ഫാൻസി നമ്പർ ഉണ്ട്. ഞാനത് സെലക്ട് ചെയ്യാം. 33 33 സെക്കൻഡ്. Yeah. 33 33 വീണ്ടും 33. Yes. and 3. ഓക്കെ, എല്ലാം 3യിലാണ് അല്ലേ? 33 and 333. ഓക്കെ, താങ്ക് യു. അവിടെ വെച്ചോക്കൂ. സെക്കൻഡ്. ഓക്കെ. ഇനി ഒന്ന് വലിച്ചു നോക്കൂ. ഇല്ല. ഇല്ല, ഓപ്പൺ ആവുന്നില്ല. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ഇനി? ഇനി ഏത് നമ്പർ വേണമെങ്കിലും പരിശോധിക്കാം. പക്ഷേ നമുക്ക് സിൻക്രോണിസിറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അച്ചു ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശ്രുത ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. കലേഷിന്റെ കയ്യിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. അതെ. ബോക്സ് ലോക്ക്ഡ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. Yes. ശ്രുത, ശ്രുത സെലക്ട് ചെയ്ത നമ്പർ ഏതായിരുന്നു? 53045. 53045. കലേഷ്, ഈ നമ്പർ ഒന്ന് ട്രൈ ചെയ്തു. 5 5 3 3 0 0 0 4 4 5. 4 5. 5. വെയിറ്റ് അത് തന്നെയാണ്. 53045. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. 53045. ഓപ്പൺ. ശ്രുത, താങ്ക് യു വെരി മച്ച്. എനിക്കറിയില്ല എപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തതെന്ന്, പക്ഷേ നിങ്ങളത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. എനിവേ, അച്ചു ലോക്കിംഗ് എടുത്തോളൂ. അച്ചു, അച്ചു ഒരു ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് യുവർ ഫ്രീ സെലക്ഷൻ അല്ലേ? എന്താണ് ഓബ്ജക്റ്റ്? ഷൂസ്. ഷൂസ്. ഓക്കെ. SHOES, ഷൂസ്. Shoes. യാ, ഗ്രേറ്റ്. കലേഷ്, ആ ബോക്സ് ഒന്ന് തുറക്കൂ. There's something inside. That is shoes. Hope you enjoy the magic. പക്ഷേ ഇത് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഓഡിയൻസ് പറയാറുണ്ട്, ഞാനിത് സപ്ലിമിനലി നിങ്ങളിലേക്ക് എത്തിച്ചതാണ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, ഇവിടെ ബോർഡിൽ ആദ്യമേ തന്നെ ഇത് എഴുതി വെച്ചിരുന്നു. ഇതൊന്ന് പിടിച്ചോളൂ. സിൻക്രോണിസിറ്റി, സൈമൾട്ടേനിയസ് ഹാപ്പനിങ് ഓർ ഒക്കറൻസ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് അപ്പിയർ സിഗ്നിഫിക്കൻ്റ്ലി റിലേറ്റഡ്. നിങ്ങൾ ഈ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ പരിശോധിച്ചാൽ SHOES, ദാറ്റ് ഈസ് ഷൂസ്. യു സെലക്ടഡ് ഷൂസ് അല്ലേ? അങ്ങനെ വരാറുണ്ട്. താങ്ക് യു. ഓക്കെ, എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതല്ല. ഞാൻ പറഞ്ഞു ഇത് സിൻക്രോണിസിറ്റിയെക്കുറിച്ചുള്ള ഒരു പെർഫോമൻസ് ആണ്. സിൻക്രോണിസിറ്റി എന്ന വാക്കിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ that becomes shoes. പക്ഷേ ഇതല്ല സിൻക്രോണിസിറ്റി. സിൻക്രോണിസിറ്റി എന്നുള്ളത് യഥാർത്ഥത്തിൽ 530-45 എന്ന് ശ്രുത സെലക്ട് ചെയ്ത ആ നമ്പർ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ that becomes SHOES, shoes. കലേഷേട്ടാ, അല്ല എന്തെങ്കിലും അല്ല പറയാൻ അല്ല എനിക്ക് അല്ല കുറച്ച് അല്ല time തരൂ. ഈ ഞാനൊന്ന് ഷെറിന്റെ ആലോചിക്കട്ടെ. വളർച്ച മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ബാലചേട്ടൻ. ബാലചേട്ടൻ പറയും കറക്റ്റ് ആയിട്ട്. ഇറ്റ്സ് വണ്ടർഫുൾ ആക്ട്. അത് വണ്ടർഫുൾ പെർഫോമൻസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം തന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ബോർഡിൽ ആ നമ്പർ എഴുതി വെച്ചപ്പോൾ എവിടെ എനിക്ക് കിട്ടി, സാധനം കിട്ടി. Okay. ആൻഡ് ഐ വാസ് സോ എക്സൈറ്റഡ് എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം കോറിലേറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ആൻഡ് ഹി ബ്യൂട്ടിഫുള്ളി കണക്റ്റഡ്. ഒരു മാജിക് ചെയ്യുമ്പോഴേ ഹി ക്രിയേറ്റഡ് ഒരു സ്റ്റോറി, ഒരു നല്ല ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്ത് അത് ഓരോരുത്തർക്കും ഒരു കണക്ഷൻ ഉണ്ടാക്കി ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു. വെൽ, ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു. ഞാൻ സാറിൻ്റെ പെർഫോമൻസ് കണ്ടിരുന്നു. അന്ന് എനിക്ക് ഇവിടെ ഫ്ലോറിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അന്ന് ടിവിയിലെ കണ്ടായിരുന്നു. ടിവിയിൽ കണ്ടിരുന്നു. ഞാനിപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ സാറ് മുമ്പ് വന്നപ്പോൾ. ഓക്കെ. അപ്പോൾ ഇന്ന് സാറ് എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടി ഒരു ഇഫക്റ്റ് പെർഫോം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് സാർ എന്തെങ്കിലും പെർഫോം ചെയ്യുന്നുണ്ടോ? ചെയ്യണോ? യാ, തീർച്ചയായിട്ടും. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. യാ, പ്ലീസ്. യെസ്, വളരെ ശ്രദ്ധിക്കണം. ഓക്കെ. അതെന്നോട് എല്ലാരും പറയുന്നതാണ്. ശ്രദ്ധ. ഇവിടെ ഒന്നോ? ഓക്കെ. See now, it's called as a
പിടിച്ചോ. You can tie this. So now my hand is, you can, മനസാക്ഷി ഇല്ലാണ്ട് ഒരു നോട്ട് ഇടുവോ? ഓക്കേ. സാക്ഷി ഇല്ലാണ്ട് അല്ല, let her do it. ഓ യാ ഷുവർ. ഫസ്റ്റ് ഒരു നോട്ട് ഇട്ടിട്ട് ആ നോട്ട് അവിടെ കൊടുത്താൽ മതി. മനസാക്ഷി ഇല്ലാതിട്ട് ഉണക്കിട്. You want his help? You want his help? No, no, Tight no. ആക്കണം, Oh, yeah, tight. it's okay. Put that in the top. അത് മേലിലിടുവോ? നിങ്ങൾ മേലിലിടുവോ? ഇതിന്റെ മേലിലിടുവോ? ഓക്കേ ഓക്കേ ഓക്കേ. യാ. നന്നായി കെട്ടിയോ? നന്നായി കെട്ടിയിട്ടുണ്ട്. ആണോ? ആ. ഉറപ്പല്ലേ? ഏ ഇതെന്താ ഇത്? നന്നായി കെട്ടിയായിരുന്നോ? കെട്ടി. യാ. ഞാൻ പെട്ടെന്ന് ശരിയാണല്ലോ, കെട്ടിയാൽ ഒരു കെട്ടുകൂടെ ഇട്ട് നോക്കട്ടെ. ആയിട്ടോ? ഇത് ഒറിജിനൽ കൈയല്ലേ തൊട്ട് വെക്കിയതാ. ആയിട്ടല്ലോ? കവർ ചെയ്യണോ? ഇവരെന്താ ഇവരെന്താ കാണിക്കണേ നിങ്ങള്? ഒരാൾ ഇങ്ങനെ കെട്ടാ, ഒരാൾ എന്താണ് ഇത്?